പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ല ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പ്രിയരെ, ഇന്ന് വീണ്ടും നാം ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 25 മുതൽ 32 വരെ തിരുവചനങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്ര വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയവും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ദൈവ പൈതലിൻ്റെ പെരുമാറ്റ രീതികളെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ ധരിച്ചവർ, യേശുക്രിസ്തുവിലായവർ, യേശുക്രിസ്തുവിൽ രക്ഷിതാവിനെ കണ്ടെത്തിയവർ ഈ ഭൗമലോകത്ത് അവരുടെ ജീവിതം യൗവണ്ണം നയിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ചിട്ടയായി കുറേ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങിയത് ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും ആളുകൾ കാര്യസാധ്യത്തിന് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ മുമ്പിൽ ജയം കിട്ടാൻ വേണ്ടിയോ മറ്റുള്ളവരെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയോ ഒരുപാട് ഭോഷ്കുകൾ കളവുകൾ സംസാരിക്കുന്നവരാണ്. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓരോ സാഹചര്യത്തിലും അവർ ഭോഷ്ക് സംസാരിക്കരുത്, കളവ് നാവ് കൊണ്ട് പറയരുത്. അത് ദൈവകൃപയ്ക്ക് വിരുദ്ധമാണ്, ദൈവ നടത്തിപ്പിന് വിരുദ്ധമാണ്. അവർ സത്യമാണ് സംസാരിക്കേണ്ടത്. നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്ന് അപ്പോസ്തലൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരവയവം മറ്റൊരവയവത്തെ ഒരിക്കലും വഞ്ചിക്കയില്ല. ശരീരത്തിലെ ഒരവയവം മറ്റൊരവയവത്തെ ദുഷിക്കുകയില്ല. ശരീരത്തിലെ ഒരവയവം മറ്റൊരവയവത്തെ ചെറുതാക്കുകയില്ല. ഒരിക്കലും ഒന്നിനെ അവഗണിക്കുകയില്ല. അതുപോലെയാണ് നാം പരസ്പരം വർത്തിക്കേണ്ടത്. ആരെയും ചെറുതാക്കരുത്, ആരോടും നാം ഭോഷ്ക് പറയരുത്, ആരെയും നാം അപമാനിക്കരുത്, ആരെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കരുത്, ആരുടെ മുൻപിലും ജയമെടുക്കാൻ നാം അരുതാത്ത മാർഗം സ്വീകരിക്കരുത്. ഒരുപക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഇവണ്ണമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മെ സംബന്ധിച്ച് ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നാം വേണ്ടെന്ന് വയ്ക്കും. നമുക്ക് എപ്പോഴും ആവശ്യം നമ്മുടെ ജയമാണ്, നമ്മുടെ മുന്നേറ്റമാണ്, നമ്മുടെ എല്ലായിടത്തും ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതിന് മറ്റുള്ളവർ തോറ്റേ മതിയാകൂ, അപ്പോൾ നാം അവരെ തോൽപ്പിച്ചേ മതിയാകൂ. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ ചെറുതാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു സിദ്ധാന്തമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഭോഷ്കുകൾ പറയുകയും ഒത്തിരി പേരെ മുറിവേൽപ്പിക്കുകയും ഒത്തിരി പേരെ അപമാനിക്കുകയും ചെയ്യുന്നത് ഇന്നിൻ്റെ ശീലമായി തീർന്നിട്ടുണ്ട്. ദൈവമക്കളെ, പുനഃപരിശോധിക്കപ്പെടണം നമ്മുടെ നിലപാടുകളും നമ്മുടെ പെരുമാറ്റങ്ങളുമെന്ന്, നമ്മുടെ സംസാര രീതികളെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ കോപിക്കുന്നതിൽ തരക്കേടില്ല. കോപം ഒരു വികാരമാണ്. അത് 4-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത് എന്ന്. കോപം ഒരു വികാരമാണ്. സ്വാഭാവികമായും അത് മനുഷ്യനുണ്ടാകും. പക്ഷേ അതുമൂലം പാപം ചെയ്യരുതെന്ന് അപ്പോസ്തലൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും കോപത്തിലടങ്ങുന്നില്ല.
കോപം പാപമായി പരിണമിക്കുകയാണ്. കോപത്തിൻ്റെ ബാക്കി പത്രമായി അനാവശ്യ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അതിന് വിധേയരാകുന്നവരുടെ ഉള്ളിൽ ആഴമായ മുറിവേൽപ്പിക്കും. പലപ്പോഴും വായിൽ നിന്ന് ഉതിർന്നു പോയ വാക്കുകൾ പലതും പറയാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല. കോപം ആളിക്കത്തിയിരുന്നത് കൊണ്ട് അരുതാത്ത കുറേയധികം വാക്കുകൾ പറഞ്ഞു. അതുമൂലം ആ വ്യക്തിയുമായിട്ട് വലിയൊരു അകലവും ആ വ്യക്തിയിൽ വലിയ ആഘാതവും സൃഷ്ടിപ്പാൻ അത് കാരണമായി തീരുന്നു. പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ തോന്നും പറയേണ്ടിയിരുന്നില്ല. പക്ഷേ തിരികെ ചെന്ന് ക്ഷമ പറഞ്ഞാൽ ഞാൻ അവിടെ ചെറുതായി പോകുമല്ലോ എന്ന ആന്തരിക ബോധത്തിൽ നിന്ന് സാരമില്ല പോകട്ടെ, അവനത് അല്പം സഹിക്കട്ടെ എന്ന് വിചാരിക്കും. അകലം വർദ്ധിക്കാനും തമ്മിൽ കണ്ടാൽ പരസ്പരം ആശയവിനിമയം ചെയ്യാനോ മുഖത്ത് നോക്കി സംസാരിക്കാനോ കഴിയാതെ വണ്ണം വെറുപ്പും വിദ്വേഷവും പകയുമായി അത് മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലൻ പറഞ്ഞത് വളരെ കൃത്യമായി നാം ചിന്തിക്കണം. കോപിപ്പീൻ, പക്ഷേ പാപം ചെയ്യരുത്. അതിനുവേണ്ടി അപ്പോസ്തലൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റും. ഒന്ന്, ആകാശവിഹായസിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിൻ്റെ കോപം നീ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് വെച്ചാൽ കോപം വന്നാൽ നിൻ്റെ കോപം ഒരാളോട് നീ പ്രകടിപ്പിച്ചാൽ അതിനൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അതിനാശ്വാസവും പരിഹാരവും വരുത്തണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഇടവരേണ്ടതിന്, ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായിരിക്കേണ്ടതിന്, നിൻ്റെ ഉറക്കം ശാന്തമായിരിക്കേണ്ടതിന്, നിനക്ക് സ്വസ്ഥമായ നിദ്ര ലഭിക്കേണ്ടതിന്, നീ മായാസ്വപ്നങ്ങളിൽ അസ്വസ്ഥനാകാതിരിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിൻ്റെ കോപം നീ വെച്ചുകൊണ്ടിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും കോപം വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം എല്ലാവരും മനുഷ്യരാണ്. പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല പെരുമാറ്റ രീതികളും ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് വന്നേക്കാം. അപ്പോൾ കോപം വരാം. പക്ഷേ അത് നീണ്ടു നിൽക്കരുത്. അത് ദീർഘമായി നിന്നാൽ അത് വലിയ ആഘാതങ്ങളുണ്ടാക്കും. അത് മാനസികമായി സംഘർഷങ്ങളുണ്ടാക്കും. അത് ശരീരത്തിൻ്റെ താപനിലയെ വ്യത്യാസപ്പെടുത്തും. അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും. അത് മസ്തിഷ്കത്തിൻ്റെ നിലയെ ബാധിക്കും. അത് ഉറക്കത്തെ വല്ലാതെ ബാധിക്കും. അത് ബ്ലഡ് പ്രഷർ ചിലപ്പോൾ കൂട്ടിയെന്ന് വരാം. ചിലപ്പോഴത് ഡയബറ്റിക് വർദ്ധിപ്പിക്കാനോ ഉളവാക്കാനോ കാരണമായി എന്ന് വരാം. അത് ഹാർട്ട് ബീറ്റിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇടവരുത്തിയേക്കാം. മൊത്തത്തിൽ ശാരീരിക നിലയ്ക്ക് അത് തകരാറുണ്ടാക്കിയേക്കാം. അത് ദീർഘമായി നിൽക്കരുത്. സൂര്യൻ അസ്തമിക്കുവോളം എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ കാണുന്ന, നാം നോക്കിക്കാണുന്ന വിഹായസിലെ സൂര്യനെക്കുറിച്ച് എന്ന് പറഞ്ഞല്ലോ. അതിലുപരി നിതാന്ത നിത്യനീതി സൂര്യനായ കർത്താവ് എന്നിലും നിങ്ങളിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ്റെ പ്രകാശമാണ് സത്യത്തിൽ നമ്മുടെ പ്രകാശം. ആ പ്രകാശമാണ് നമ്മെ നയിക്കുന്നത്. ആ പ്രകാശമാണ് നമ്മെ തേജസ്സുള്ളവരാക്കുന്നത്. ആ പ്രകാശമാണ് നമുക്ക് ലാവണ്യം നൽകുന്നത്. ആ പ്രകാശമാണ് നമ്മെ സ്നേഹമുള്ളവരാക്കുന്നത്. ആ പ്രകാശമാണ് നമ്മെ സാന്ത്വനിപ്പിക്കുന്നവരാക്കുന്നത്. ആ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായ ആനന്ദവും പകരുന്നത്. ആ സൂര്യൻ അസ്തമിച്ചു പോയാൽ പിന്നെ നാം കൂരിരുട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് സത്യമായിട്ട് നമ്മെ മഥിക്കേണ്ടത്. എന്തെന്നാൽ യേശുക്രിസ്തു നിന്നിൽ അസ്തമിക്കുവോളം, ആ സൂര്യൻ കെട്ടുപോകുവോളം നീ നിൻ്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. വൈരാഗ്യം പെരുത്തുകൊണ്ടിരിക്കുമ്പോൾ, വെറുപ്പ്, വിദ്വേഷം എന്നിവ ഒരാളുടെ ഉള്ളിൽ ആളിക്കത്തുമ്പോൾ, പകയുടെ കനൽ അടങ്ങാതെ വീണ്ടും വീണ്ടും ആളിക്കത്തുമ്പോൾ ഒരാളിൽ യേശുക്രിസ്തു എന്ന സൂര്യൻ അസ്തമിച്ചു പോകും. അത് അസ്തമിച്ചാൽ പിന്നെ ഈ ആൾ അന്ധകാരത്തിലാണ്, പാപത്തിൻ്റെ പിടിയിലാണ്, നാശത്തിൻ്റെ വഴിയിലാണ്. പിന്നെ അയാൾക്ക് ആകെ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ: നശിപ്പിക്കണം, അവസാനിപ്പിക്കണം, കൊല്ലണം, എല്ലാവരെയും വേദനിപ്പിക്കണം, അങ്ങേയറ്റം പകരം ചോദിക്കണം, അങ്ങേയറ്റം ആ ആളെ മുറിവേൽപ്പിക്കണം. ഈ മുറിവേൽപ്പിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രം. വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കണം, നോട്ടം കൊണ്ട് മുറിവേൽപ്പിക്കണം, നടപ്പ് കൊണ്ട് മുറിവേൽപ്പിക്കണം, പെരുമാറ്റം കൊണ്ട് മുറിവേൽപ്പിക്കണം, പരദൂഷണം പറഞ്ഞ് അയാളെ നാണം കെടുത്തണം, മറ്റുള്ളവരുടെ മുമ്പിൽ അയാളെ അങ്ങേയറ്റം അപമാനിക്കണം, അവരെ അങ്ങനെ ഒന്നുമല്ലാതെയാക്കി തീർക്കണം. ഈ ആളുടെ ഉള്ളു നിറച്ചും ഇരുട്ടാണ്. ഇയാളുടെ ഉള്ളു നിറച്ചും പകയാണ്. പ്രിയപ്പെട്ടവരെ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർ അന്തരാത്മാവോട് ചോദിക്കട്ടെ: എൻ്റെ ഉള്ളിലിപ്പോൾ മശിഹായാകുന്ന സൂര്യൻ പ്രകാശിക്കുന്നുണ്ടോ? എൻ്റെ കണ്ണിന് അവണ്ണമൊരു കാഴ്ചയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? ഞാൻ ഇരുട്ടിൻ്റെ സന്തതിയാണോ? ഞാൻ ഇരുട്ടിലാണോ സഞ്ചരിക്കുന്നത്? എൻ്റെ ചിന്താഗതി ഇരുട്ടിനെ സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതോ ആണോ എന്നീ വണ്ണം ചിന്തിപ്പാൻ നമുക്ക് ഇടവരട്ടെ.
അപ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, ദൈവമക്കളെ, ക്രിസ്ത്യാനിക്ക് ഉചിതമാം വണ്ണം ഒരു ദൈവ പൈതൽ അവൻ്റെ പെരുമാറ്റത്തെ ചിട്ടപ്പെടുത്തിക്കൊള്ളണം. ആരോടും ഭോഷ്ക് പറയരുത്, ആരെയും ചെറുതായി കാണരുത്. കോപിക്കാം, പക്ഷേ പാപം ചെയ്യരുത്. കോപമൊരു വികാരമാണ്, അതിനപ്പുറത്തേക്ക് അത് പാപമായി പരിണമിക്കാൻ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും ഈ വേദഭാഗത്ത് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നുണ്ട്, പിശാചിനിടം കൊടുക്കരുത് എന്ന്. കോപം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അവന് പ്രവർത്തിപ്പാൻ സാധിക്കുന്നത്. ഈ പിശാചിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണയുണ്ട്, പിശാച് വന്ന് എന്നെ അറ്റാക്ക് ചെയ്ത് എൻ്റെ മേൽ കയറി എന്നെ കീഴടക്കി എന്നെ ഭരിക്കുന്നു എന്ന്. സത്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. പിശാചിന് അങ്ങനെ ആരുടെയും മേൽ കടന്നു കയറാനും കഴിയില്ല. പിശാച് ഒരാളുടെ മേൽ കയറുന്നത് എപ്പോഴാണെന്നറിയാമോ? അയാൾ സ്വയം പിശാചിനെ വിളിച്ച് കയറ്റുമ്പോഴാണ്. പിശാചിന് കയറാൻ അവസരം കൊടുത്ത് വാതിൽ തുറന്നിടുമ്പോഴാണ്. അതാണ് പറഞ്ഞത്, ഇടം കൊടുക്കരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, കോപം കാത്തു വെച്ചുകൊണ്ടിരുന്നാൽ പിശാച് അവിടെ കയറി ആധിപത്യം സ്ഥാപിക്കും. വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നാൽ, പക വെച്ചുകൊണ്ടിരുന്നാൽ, ഒരാളോടുള്ള കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, അത് തന്നെ മനസ്സിലിട്ട് മനനം ചെയ്തുകൊണ്ടിരുന്നാൽ, അത് തന്നെ ധ്യാന വിഷയമായാൽ അവിടെ പിശാച് കയറി പിടിക്കും. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലും ഈ വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, ഈ കയ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, വിദ്വേഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, ക്ഷമിക്കാതെയാണ്. അതവരുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് വരാറുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ആരോടാണോ വേദനയുള്ളത്, വെറുപ്പുള്ളത്, കയ്പുള്ളത്, മുറിവുള്ളത്, ആ ആളുകളെ കുത്തി നോവിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരെ വല്ലാതെ അപഹസിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരെ അപമാനിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അത് ഒരുപക്ഷെ പിശാചിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്. പിശാച് അടി മുതൽ മുടി വരെ കയറി മൂടി ആധിപത്യം സ്ഥാപിച്ചതിൽ നിന്നാണ് ഇത്തരം മുറിവേൽപ്പിക്കുന്ന പ്രാർത്ഥന ഒരാളിൽ നിന്ന് പുറപ്പെടുന്നത്. അല്ലെന്നായിൽ ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ശരിയായ പ്രാർത്ഥന ക്ഷമയുടെ പ്രാർത്ഥനയാണ്. ശരിയായ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. ശരിയായ പ്രാർത്ഥന അങ്ങേയറ്റം ഒരാളെ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും തന്നെ മുറിവേൽപ്പിച്ച, അല്ലെങ്കിൽ തന്നെ വേദനിപ്പിച്ച, താൻ ശത്രു എന്നെണ്ണുന്ന ഒരാളെ മുറിവേൽപ്പിച്ചുകൊണ്ടൊരു വാക്കും വായിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. അവരലങ്കരിക്കുന്ന സ്ഥാനങ്ങളെ അപഹസിച്ചുകൊണ്ട്, അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ അപഹസിച്ചുകൊണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ കാര്യങ്ങളെ വലിയ അപമാനത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട്, അവർ അർഹതയില്ലാത്ത പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്, അവർ ഒരു കാരണവശാലും യോഗ്യതയില്ലാത്ത വേലയാണ് ചെയ്യുന്നതെന്നൊക്കെ അവരെ അപമാനിച്ച് അവർ കേൾക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് തികച്ചും പൈശാചികമായ ഒരു ബുദ്ധിയിൽ നിന്നും, പൈശാചികൻ്റെ നിയന്ത്രണത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നതാണ്. ഇവിടെ പ്രാർത്ഥിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ അത് പ്രാർത്ഥനയല്ല. അത് ബുദ്ധിയുടെ ഉള്ളിൽ നിന്ന്, തൻ്റെ വൈരാഗ്യബോധത്തിൽ നിന്ന്, തൻ്റെ ആന്തരികമായ കയ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രാർത്ഥനയാണ്. അവിടെ ഒരിക്കലും ദൈവാഭിമുഖ്യം സംഭവിക്കുന്നില്ല. അവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ വ്യക്തി അപഹസിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മുഴുവൻ ആളുകളെയും ഈ വ്യക്തി അപമാനിക്കുകയാണ്. ഒപ്പം ദൈവത്തെയും ആ വ്യക്തി പ്രതിക്കൂട്ടിൽ നിർത്തുകയോ നാണം കെടുത്തുകയോ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന്. വീണ്ടും അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, കള്ളന് കക്കാൻ സമ്പാദിച്ചു വയ്ക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യാനാണ്. കള്ളന്മാർ എന്തുകൊണ്ടാണ് കളവ് ചെയ്യുന്നത്? എവിടെയൊക്കെയോ കുറേ സമ്പാദ്യങ്ങൾ മിച്ചം വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അവന് ഒരു ചിന്ത, ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അപ്പോസ്തലൻ പറയുന്നത്, നിനക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് വരുന്നത് നീ അർഹതപ്പെട്ടവർക്ക് പകുത്തു കൊടുക്കാൻ തയ്യാറാവുക. അത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. എത്രത്തോളം പ്രായോഗികമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, എനിക്ക് അർഹതപ്പെട്ടതിലധികമുള്ളത് ഒന്നും ആർക്കും കൊടുക്കാതെ എല്ലാം സമ്പാദിച്ചു കൂട്ടിവെച്ച് വീണ്ടും എൻ്റെ സുഖലോലുപതയും എൻ്റെ ആഡംബര ജീവിതവും എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും കുറേ കൂടെ പോഷ്ഡാക്കുക, വിശാലമാക്കുക, ഇതാണ് ഒത്തിരി പേരുടെ ധ്യാനവും ഒത്തിരി പേരുടെ ചിന്തയും. അവിടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രായോഗികമായ പെരുമാറ്റത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ടതിലധികം വരുന്നത് ദാനം ചെയ്യണം. ചില മനുഷ്യർ ചില സംഗതികൾക്ക് അടിമകളാണ്. സമ്പത്തിനടിമപ്പെട്ട് അതെത്ര കിട്ടിയാലും മതി വരാതെ, അത് ഏത് കുടിലമാർഗത്തിലും സമ്പാദിച്ച്, അത് കൂട്ടിവെച്ചതിന്മേൽ അടയിരുന്ന്, അതെന്തോ വലിയ സംഗതിയാണെന്ന് ധ്യാനിച്ച്, അതിൽ തന്നെ മനസ്സുറപ്പിച്ച്, വേറൊരു ചിന്തയുമില്ലാതെ ഈ പണമേ ശരണം എന്നൊരു ചിന്തയോടെ
സമ്പത്തെ ശരണം എന്നൊരു ചിന്തയോടെ എല്ലാ ഇടങ്ങളിലും ഓടി അലയുന്ന, അങ്ങനെ ജീവിതം ഇത് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിച്ച് അവസാനിപ്പിക്കുന്ന ആളുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കുറേ കൂടെ ഈ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച്, അത് കൈകാര്യം ചെയ്യേണ്ട വിധത്തെക്കുറിച്ചൊക്കെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം എപ്പോഴും അത് ശ്രദ്ധിച്ചു കൊള്ളണം. അർഹതപ്പെട്ടവരിലേക്ക് പകർത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വലിയ ഒരു മൂല്യമാണെന്ന് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം അവണ്ണം കള്ളന് മോഷ്ടിക്കാൻ അവസരം കൊടുക്കാതെ അർഹതപ്പെട്ടവരിലേക്ക് പകർത്തു കൊടുക്കുന്ന മനസ്സുള്ളവരായി തീരാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീക വർധനയ്ക്കായി നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, ആകാത്തതൊന്നും പറയരുത്. പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തീ കോരിയിടുന്നത്, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ മാനസികമായി തകർത്ത് കളയുന്നത്, മറ്റുള്ളവരെ അങ്ങേയറ്റം അപമാനിക്കുന്നതായി തീരുമ്പോൾ അതൊരു ക്രിസ്ത്യാനിയിൽ നിന്നൊരിക്കലും പുറപ്പെടുകയില്ല. അത് ക്രിസ്ത്യാനിക്ക് ഉചിതവുമല്ല. ദൈവമക്കളെ, നാം പലപ്പോഴും നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണ്. ഒരിക്കലൊരു വലിയ ചിന്തകനായ മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ല സാധനം ഏതാണ്, അല്ലെങ്കിൽ വസ്തു എന്താണ്? അയാളുടെ മറുപടി, അതൊരു നാവാണ്, മനുഷ്യൻ്റെ നാവാണ് എന്ന് പറഞ്ഞു. ലോകത്തിലേക്ക് ഏറ്റവും നല്ലത്, നന്നായിട്ട് ഉപയോഗിച്ചാൽ അത് എത്ര നല്ലതാണ് പ്രിയപ്പെട്ടവരെ. മധുരമുള്ള വാക്കുകൾ സംസാരിക്കാം, മറ്റുള്ളവരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കാം, ഒരാളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാം, ഒരാളെ നിരാശയിൽ നിന്ന് വിടുവിക്കാം, ഒരാളെ ജീവിത പുരോഗതിയിലേക്ക് തള്ളിവിടാം, ഒരാളെ ലക്ഷ്യം കാണിച്ചു കൊടുക്കാം, ഒരാൾക്ക് പ്രകാശം പകർന്നു കൊടുക്കാം, ഒരാളെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കാം, ഒരാളെ അങ്ങേയറ്റം ആനന്ദത്തിലെത്തിക്കാം. നാവ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല വസ്തുവാണ്. ആ ആളോട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, ഈ ലോകത്തിലേക്ക് ഏറ്റവും ചീത്ത വസ്തു ഏതാണ്? അയാളുടെ മറുപടി വളരെ കൂളായിട്ട് നാവ് തന്നെ എന്നതായിരുന്നു. നാവ് കൊണ്ട് ഒരാളെ അങ്ങേയറ്റം വേദനിപ്പിക്കാം, നാവ് കൊണ്ട് ഒരാളെ നിരുത്സാഹപ്പെടുത്താം, നാവ് കൊണ്ട് ഒരാളുടെ തലയിൽ തീ കോരിയിടാം, നാവ് കൊണ്ട് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം, നാവ് കൊണ്ട് ഒരാളെ അപമാനിക്കാം, നാവ് കൊണ്ട് ഒരാളെ അപഹസിക്കാം, നാവ് കൊണ്ട് ഒരാളെ നരകത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ ഉപയോഗിക്കുന്നത് എവണ്ണം എന്നുള്ളതിനനുസരിച്ച് നാവിൻ്റെ പ്രയോജനം രണ്ടായി തിരിക്കാം. ഒന്ന് നല്ലതും, രണ്ട് ചീത്തയും. ഭൂരിപക്ഷം പേരും ഇന്ന് സ്വന്തം നാവ് ഉപയോഗിക്കുന്നത് നന്മയ്ക്കോ തിന്മയ്ക്കോ എന്ന് പരിശോധിക്കട്ടെ. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ, പ്രാർത്ഥിക്കുമ്പോൾ പോലും നാവ് വാൾ പോലെ മൂർച്ച കൂട്ടി താൻ ശത്രു എന്ന് എണ്ണുന്നവനെ, താൻ തൻ്റെ എതിർപക്ഷത്ത് നിർത്തുന്നവനെ അങ്ങേയറ്റം മുറിവേൽപ്പിച്ച്, അങ്ങേയറ്റം വേട്ടയാടി, അങ്ങേയറ്റം അപഹസിച്ച്, നാണം കെടുത്തി പ്രാർത്ഥിക്കുന്ന ഒരാൾ സത്യത്തിൽ ദൈവകൃപ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ ആളുകൾ പലപ്പോഴും വലിയ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരും എണ്ണം പറഞ്ഞ ഭക്തനും വിശുദ്ധനുമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുമൊക്കെയാണ്. പക്ഷെ നാവ് കൊണ്ട് പരദൂഷണം പറയാൻ, മറ്റുള്ളവരെ അപഹസിക്കാൻ, മറ്റുള്ളവരെ നാണം കെടുത്താൻ ഒരു ലജ്ജയുമില്ല. പലപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ അടുത്തയാളാണ്, ഞാൻ ഏറ്റവും അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നയാളാണ്, ദൈവ മുമ്പിൽ എനിക്ക് വലിയ യോഗ്യതയുണ്ടെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, തൻ്റെ എതിരാളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അത് പ്രാർത്ഥിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും തികച്ചും വെറുപ്പിൻ്റെയും കയ്പിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വാക്കുകൾ നാവിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമ്പോൾ, ദൈവമക്കളെ, അതൊരു ക്രിസ്ത്യാനിക്ക് യോഗ്യമല്ല, അതൊരു ദൈവ പൈതലിന് യോഗ്യമല്ല. നാം നമ്മെ തന്നെ ശോധന ചെയ്യാൻ, നമ്മെ തന്നെ പരിശോധിപ്പാൻ, നമ്മെ തന്നെ തിരുത്താൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവസന്നിധി യഥാസ്ഥാനപ്പെടുത്താൻ ഈ ചിന്തകൾ ഇടവരുത്തണം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ കൃപ നഷ്ടപ്പെടുന്നത് ഈ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് കൃപ നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ കരുതൽ നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെടും, ദൈവ നടത്തിപ്പ് നഷ്ടപ്പെടും. ഈ വ്യക്തി ഒറ്റപ്പെടും, എല്ലായിടത്തും അപമാനിതനാകും, താൻ വിതച്ചത് താൻ തന്നെ കൊയ്യും, തൻ്റെ തലയിൽ തന്നെ തീ കോരിയിടും, തനിക്ക് വലിയ ദോഷം വരുത്തി വയ്ക്കും, ഒടുവിൽ നരകത്തിലേക്ക് ടിക്കറ്റും എടുക്കും. ദൈവമക്കളെ, അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക എന്ന് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആണ് വാസം കൊള്ളുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാകുന്നുവെന്നും നിങ്ങൾ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ മാമോദീസായുടെ നാളിൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും അന്നു മുതൽ നാം പരിശുദ്ധാത്മാവിൻ്റെ വാസഗേഹവുമാണ്. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് വേദന ഉണ്ടാക്കുന്ന ചിന്തകളോ, പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളോ, പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിക്കുന്ന പ്രവർത്തികളോ, പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ധ്യാനങ്ങളോ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന നടപ്പുകളോ ഒരു ദൈവ പൈതലിൽ കാണരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സൂക്ഷിച്ച് പ്രയോഗിക്കണം. വാക്കുകൾക്ക് കാരണമാകുന്ന എൻ്റെ ചിന്തകളെ ഞാൻ സൂക്ഷിക്കണം. എൻ്റെ ധ്യാനങ്ങളെ ഞാൻ സൂക്ഷിക്കണം. എൻ്റെ നടപടികളെ ഞാൻ സൂക്ഷിക്കണം. എൻ്റെ പെരുമാറ്റത്തെ ഞാൻ സൂക്ഷിക്കണം. എൻ്റെ ജീവിതത്തിലെ സമസ്ത ഇടപെടലുകളെയും ഞാൻ സൂക്ഷിക്കണം. അല്ലാഞ്ഞാൽ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവ നടത്തിപ്പുണ്ടാവുക? ഇന്ന് ഒത്തിരി പേര് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നടപ്പ് കൊണ്ടും മനനം കൊണ്ടും ഒക്കെ. പരിശുദ്ധാത്മാവിനെ ഞെരുക്കല്ലേ. പരിശുദ്ധാത്മാവ് വേദനിച്ച് നിലവിളിക്കുകയല്ലാതെ തന്നെ ദുഃഖിപ്പിക്കുമ്പോൾ ഒരാളിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. അവിടെ വേദനയോടെ ഇരുന്ന് ഞരങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമുക്ക് ബലം കിട്ടേണ്ടതിന് നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം, കരുതണം. വളരെ സൂക്ഷ്മതയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത് എല്ലാ കയ്പും, എല്ലാ കോപവും, എല്ലാ ക്രോധവും, എല്ലാ അട്ടഹാസവും, എല്ലാ പരദൂഷണവും വിട്ടുകളവീനെന്നാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, നിങ്ങളുടെ ഉള്ളിലെ പകയെ മാറ്റിക്കളയുക, നിങ്ങളുടെ ഉള്ളിലെ വെറുപ്പ് നീക്കിക്കളയുക, നിങ്ങളുടെ ഉള്ളിലെ വിദ്വേഷം മാറ്റിക്കളയുക. നിങ്ങളെല്ലാ അർത്ഥത്തിലും കളങ്കരഹിതരാവുക, നിങ്ങൾ ശാന്തരാവുക, നിങ്ങൾ സ്വച്ഛരാവുക. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വളരെ സമാധാനത്തോടെ നിർത്തുകയും കണ്ടെത്തുകയും ചെയ്യുക. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ദൈവ പൈതലിൻ്റെ പെരുമാറ്റ രീതികൾ യൗവണ്ണമായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി വരച്ചു വയ്ക്കുമ്പോൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതെങ്കിലും എന്ത് വില കൊടുത്തും പ്രവൃത്തിപഥത്തിൽ എത്തിക്കേണ്ട യോഗ്യതകളെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാനൊരു ദൈവ പൈതലാണ് എന്ന് ഞാൻ അഭിമാനിച്ചതുകൊണ്ട് ഞാനൊരു ദൈവ പൈതലാവുകയില്ല. ഞാനൊരു കർത്തൃ ശുശ്രൂഷകനാണെന്ന് ഞാൻ അഭിമാനിച്ചതുകൊണ്ട് ഞാനൊരു കർത്തൃ ശുശ്രൂഷകനാകില്ല. ഞാനൊരു പുരോഹിതനാണെന്ന് ഞാൻ അഭിമാനിച്ചതുകൊണ്ട് ഞാനൊരു പുരോഹിതനാകില്ല. അതിന് യോഗ്യമാവണ്ണമുള്ള ഒരുക്കവും ചിട്ടപ്പെടുത്തലും ജീവിതനിഷ്ഠകളും എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ഞാൻ എന്നിൽ വരുത്താതെ എൻ്റെ നില ഒരിക്കലും ദൈവസന്നിധിയിൽ യോഗ്യമാവുകയില്ല, അംഗീകരിക്കപ്പെടുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. ദൈവമക്കളെ, അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എല്ലാ കയ്പും മാറ്റിക്കളയണം. ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം എന്താ? തന്നെ മുറിവേൽപ്പിച്ചവരോടുള്ള കയ്പ്, തൻ്റെ ആഗ്രഹത്തിന് എതിരി നിന്നവരോടുള്ള കയ്പ്, താൻ ചോദിച്ച കാര്യം തനിക്ക് അനുവദിച്ച് തരാതിരുന്നവരോടുള്ള കയ്പ്. ഈ കയ്പും വെറുപ്പും കാഞ്ഞിരം പോലെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു കുറവുമില്ല. ഭക്തനാണെന്ന നാട്യത്തിന് ഒരു കുറവുമില്ല. ഭക്തയാണെന്ന നാട്യത്തിന് ഒരു കുറവുമില്ല. താൻ ഇച്ഛിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരുന്നത് കൊണ്ട് കയ്പും പകയും കൊണ്ട് ഉള്ളങ്ങോട്ട് മലീമസമായി അല്ലാതെ ദുഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ഉടലെടുക്കുന്ന കോപവും, അതിൽ നിന്ന് ഉടലെടുക്കുന്ന ക്രോധവും, അപ്പോൾ അതിൻ്റെ ബാക്കിപത്രമായ അട്ടഹാസവും, അതിൻ്റെ ബാക്കിപത്രമായ പരദൂഷണവും, ഇതൊക്കെ വിട്ടുകളയാനാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാതെ ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ സാക്ഷ്യമുള്ള ആളായി മാറുന്നില്ല. അവർക്കൊരിക്കലും ഒരാളെ കർത്തൃസന്നിധിയിൽ നേടാൻ കഴിയുന്നില്ല. അവർക്കൊരിക്കലും ദൈവസന്നിധിയിൽ യോഗ്യത കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുവിൽ അപ്പോസ്തലൻ പറയുന്നത് തമ്മിൽ ഭയമുള്ളവരും മനസ്സലിവുള്ളവരുമായിരിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം പേടിക്കണമെന്നല്ല. ഒരാളെ ഞാൻ മുറിവേൽപ്പിക്കരുത്. ഞാൻ അയാളോട് സഹവസിക്കുമ്പോൾ, ഞാൻ അയാളോട് സംസാരിക്കുമ്പോൾ, ഞാൻ അയാളോട് സാമീപ്യത്തിലാകുമ്പോൾ, ഞാൻ അയാളോട് ഏതെങ്കിലും വിധത്തിൽ ഇടപെടുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നയാൾ മുറിവേൽക്കരുത്. അതുകൊണ്ട് ഭയത്തോടെ, അത് അന്യോന്യം ഭയത്തോടെ പെരുമാറണം. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായാലും, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലായാലും, കൂടപ്പറപ്പുകൾ തമ്മിലായാലും, ഗുരുവും ശിഷ്യനും തമ്മിലായാലും, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിലായാലും പരസ്പരം ഭയത്തോടെ, അതുപോലെ പരസ്പരം മനസ്സലിവുള്ളവരായി അങ്ങേയറ്റം ആ ആളുടെ എല്ലാ കുറ്റവും പുറത്ത് ക്ഷമയോടെ മനസ്സലിവുള്ളവരായി യേശുക്രിസ്തു മുഖാന്തിരം
ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവീനെന്ന വലിയ ഒരു ഉപദേശമാണ് അപ്പോസ്തലൻ നമുക്ക് തരുന്നത്. ഈ നിലയിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പേര് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളതായി തീരുന്നത്, നാം ആ പദവിക്ക് യോഗ്യരായി തീരുന്നത്. പലപ്പോഴും തികഞ്ഞും ജഡീകരായി, പൈശാചിക നിയന്ത്രണമുള്ളവരായി, ഈ ലോകത്തിന് അനുരൂപരായി, കയ്പും വിദ്വേഷവും പകയും വെറുപ്പുമൊക്കെ പെരുപ്പിക്കുന്നവരായി, പാപാസക്തിയിൽ മുങ്ങിയും മുഴുകിയും ഈ ലോകത്ത് ഒരുപാട് പേരെ വെറുത്തും വെറുപ്പിച്ചും ഭക്തിയുടെ പുറം വേഷം കെട്ടി ആടുന്ന കള്ളനാണയങ്ങളായി നാം മാറുന്നുണ്ടല്ലോ. നമുക്ക് നമ്മെ തന്നെ തിരുത്താം, നമ്മുടെ ജീവിതത്തെ പ്രായോഗികമായി ക്രിസ്തീയ ജീവിതത്തിൽ അടിവരയിടാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ചേർന്നിരുന്നപ്പോൾ അവിടുന്ന് വ്യക്തമായി ഞങ്ങളെ സന്ദർശിച്ചല്ലോ. ഒരുപാട് കാര്യങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ അനുവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ അവിടുന്ന് ഉപദേശിച്ചല്ലോ, ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചല്ലോ. കർത്താവേ, ഇത് കേട്ടിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രായോഗികമാക്കി അതിനാൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ തിരുമേനി സംഗതിയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വൈകല്യങ്ങളുണ്ട് തമ്പുരാനെ, ഒത്തിരി കുറവുകളുണ്ട് ദൈവമേ. ഞങ്ങൾ പലപ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കുന്നവരാ, ഞങ്ങൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരാ, മറ്റുള്ളവരെ വേട്ടയാടുന്നവരാ. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയെന്നാണ് പലപ്പോഴും ഞങ്ങളുടെ ചിന്ത. പക്ഷേ ഞങ്ങൾ നയിക്കുന്നത് ദൈവാത്മാവല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നില്ല. ഈ കുറ്റം ഞങ്ങളോട് പൊറുക്കണമേ. ഇന്ന് കേട്ട ദൂതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി വിശുദ്ധിയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ സ്നേഹവും അവിടുത്തെ പരിലാളനവും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Everybody